സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം 21 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് സഹകരണ എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളുടെ ഭാഗമായി 250-ലധികം എക്സിബിഷൻ, സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, പുസ്തക പ്രകാശനം തുടങ്ങി വിവിധ പരിപാടികൾ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സഹകരണ വകുപ്പ് 3ാമത്തെ എഡിഷൻ സഹകരണ എക്സ്പോ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിനാണ് തീരുമാനിച്ചത്. ഇതിനു മുമ്പ് നടന്ന 2 എഡിഷൻ കൊച്ചിയിൽ വെച്ചാണ് നടന്നിരുന്നത്. ഈ പ്രാവശ്യത്തെ 2025 ഏപ്രിൽ 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായി 400-ൽ പരം ഉൽപ്പന്നങ്ങൾ പ്രദർശനവും വിപണനവും ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ എക്സ്പോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പ്രധാനമായും നമ്മൾ 70,000 ചതുരശ്ര അടിയിലുള്ള ശീതീകരിച്ച 250 സ്റ്റാളുകൾ, എക്സിബിഷൻ സ്റ്റാളുകളാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. അതേപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളും ഫുഡ് കോർട്ടും ലോഞ്ചിങ്ങും പുസ്തക പ്രകാശനം തുടങ്ങിയിട്ടുള്ളവയ്ക്കെല്ലാം വേണ്ടി 12,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് പ്രധാനമായും ക്രമീകരിക്കുകയാണ്. പിന്നീട് ഇത് കൂടാതെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ദേശീയവും അന്തർദേശീയവുമായ സഹകരണ മേഖലയുടെ ഈ കാലഘട്ടത്തിലെ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചകൾ, സെമിനാറുകൾ, സിമ്പോസിയം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പുതിയൊരു ആശയപ്രപഞ്ചം തീർക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ഈ എക്സ്പോ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഇത്തവണ യുണൈറ്റഡ് നേഷൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ് എന്നതാണ്. ആ ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളും സെമിനാറുകളും എല്ലാമാണ് ഈ എക്സ്പോയോടനുബന്ധിച്ച് നമ്മളിവിടെ സംഘടിപ്പിക്കാൻ പോകും. എല്ലാ ദിവസവും കലാപരിപാടികളും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സംവാദങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ എക്സ്പോ 10 ദിവസക്കാലം തിരുവനന്തപുരത്ത് നീക്കുക. അപ്പം മുമ്പ് നമ്മൾ സംഘടിപ്പിച്ചപ്പോഴെല്ലാം അഭൂതപൂർവമായ ജനപങ്കാളിത്തമായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. ഒന്നിപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ കൂടി മുന്നോട്ട് വന്നിട്ടുള്ളത്, മുമ്പ് സഹകരണ മേഖലയിലെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളെല്ലാം പ്രദർശനത്തിനായിരുന്നു എത്തിരുന്നെങ്കിൽ അത് വിപണനത്തിലേക്ക് വന്നു. ഇപ്പോൾ നമുക്ക് പ്രധാനമായി എക്സ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പുതിയൊരു മുന്നേറ്റം കൂടി സംഘടിപ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് എക്സ്പോ വരുന്നത്. അപ്പോൾ 12 ടണ്ണോളം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചു. കൊച്ചിയിൽ നിന്നാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഞങ്ങൾ നിർവഹിച്ചത്. 2ാമത്തെ ഇപ്പോൾ കയറ്റുമതി നടന്നത് ഗൾഫ് നാടുകളിലേക്കാണ്. നമ്മുടെ പ്രധാനമായും സഹകരണ മേഖലയിൽ വായ്പ കൊടുത്ത് കാർഷിക മേഖലയിൽ വൈവിധ്യങ്ങളായ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഇപ്പോൾ എക്സ്പോർട്ട് നടന്നിരിക്കുന്നത്.